ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ CSK വീണ്ടും തോൽവിയിലേക്ക് വീണിരിക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് 10 റൺസിനാണ് CSK തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 9 വിക്കറ്റിന് 194 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ CSK 8 വിക്കറ്റിന് 184 റൺസാണ് നേടിയത്. CSK ആദ്യ 3 മത്സരത്തിലും തോൽവി നേരിട്ട ശേഷം പിന്നീട് 2 തുടർ വിജയങ്ങൾ നേടിയിരുന്നു. ഇപ്പോൾ ഹൈദരാബാദിനോട് തോറ്റ് വീണ്ടും പിന്നോട്ട് പോയിരിക്കുകയാണ്. ഇതിൽ ആരാധകരെ നിരാശപ്പെടുത്തുന്നത് CSKയുടെ ഒരു കണക്കാണ്. 2018 മുതലുള്ള കണക്ക് പ്രകാരം CSK ഒരു തവണ പോലും 190 മുകളിൽ വിജയലക്ഷ്യം പിന്തുടർന്ന് വിജയിച്ചിട്ടില്ല. സഞ്ജു സാംസൺ വന്നപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും ഇതുകൊണ്ടും ഫലം ഉണ്ടായില്ലെന്ന് പറയാം. CSK ജയിക്കേണ്ട കളിയാണ് തോൽപ്പിച്ചതെന്ന് തന്നെ പറയാം. സഞ്ജു സാംസൺ 7 റൺസിൽ പുറത്തായത് ടീമിന് വൻ തിരിച്ചടിയായി. സഞ്ജു തിളങ്ങിയ 2 മത്സരം മാത്രമാണ് CSK ഈ സീസണിൽ ജയിച്ചതെന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. സഞ്ജു ഫ്ലോപ്പാവുമ്പോൾ CSK ജയിക്കാൻ പ്രയാസപ്പെടുന്നതാണ് കാണാനാകുന്നത്. ഹൈദരാബാദിനെതിരെ സഞ്ജു നിരാശപ്പെടുത്തിയ CSKയുടെ തോൽവിക്ക് കാരണമാകുകയും ചെയ്തു. എന്നാൽ മത്സരം CSK കൈവിട്ടത് ആയുഷ് മേത്രയുടെ പരിക്കിലൂടെയാണ്. 13 പന്തിൽ 30 റൺസുമായി മാത്രേ കത്തിക്കയറിയപ്പോൾ CSKയുടെ വിജയപ്രതീക്ഷ സജീവമായിരുന്നു. എന്നാൽ താരത്തിന്റെ കാലിന് പരിക്കേറ്റത് മത്സരത്തിൽ വഴിത്തിരിവാവുകയും ചെയ്തു. ഈ പരിക്കില്ലായിരുന്നെങ്കിൽ CSK മത്സരം ജയിക്കാൻ സാധ്യതകൾ ഏറെയായിരുന്നു. സർഫറാസ് ഖാന് പ്രതീക്ഷ ഇമ്പാക്ട് സൃഷ്ടിക്കാനാവുന്നില്ല. സർഫറാസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഉർവിൽ പട്ടേലിനെ CSK അടുത്ത മത്സരത്തിൽ കളിപ്പിക്കേണ്ടതാണ്. ഉർവിലിന്റെ വരവ് CSKക്ക് കൂടുതൽ കരുത്ത് നൽകുമെന്ന കാര്യം ഉറപ്പാണ്. മാത്യു ഷൂട്ടിനെ മധ്യനിരയിൽ കളിപ്പിക്കുമ്പോൾ ടെസ്റ്റ് ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. 30 പന്തിൽ 34 റൺസാണ് ഷൂട്ടിന് നേടാനായത്. ഡെവാൾഡ് ബ്രേവിസിന്റെ ബാറ്റിംഗ് ഓർഡറും പ്രശ്നമാണ്. ഹൈദരാബാദിനെതിരെ 6ാം നമ്പറിലാണ് ബ്രേവിസിനെ ഇറക്കിയത്. 4 പന്ത് നേരിട്ട് ഡെക്കിനും പുറത്തായി. 4ാം നമ്പറിൽ താഴെ ബ്രേവിസിനെ കളിപ്പിക്കരുത്. ശിവൻ ദുബെയുടെ പ്രകടനം നിലവാരം കാട്ടുന്നില്ല എന്നതാണ് വസ്തുത. ഇപ്പോഴിതാ CSKയുടെ പ്രകടനം നോക്കുമ്പോൾ സഞ്ജു സാംസൺ തിളങ്ങുന്ന മത്സരത്തിൽ മാത്രം ജയിക്കുന്ന അവസ്ഥയാണുള്ളത്. CSKയുടെ ബോളർമാർ തരക്കേടില്ലാതെ കളിക്കുമ്പോഴും ബാറ്റിംഗ് നിരയ്ക്ക് നിലവാരം കാട്ടാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനും ഇതുവരെ താളം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതെല്ലാം CSKയെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ്. 6 മത്സരത്തിൽ നിന്ന് 4 തോൽവി നേരിട്ട CSKക്ക് ശേഷിക്കുന്ന 8 മത്സരങ്ങൾ നിർണായകമാണ്. തുടർ വിജയങ്ങളോടെ പ്ലേ ഓഫിലേക്ക് എത്താൻ CSKക്ക് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ട കാര്യം.